ഞാൻ നിൽക്കും. എന്ത് തന്നെ സംഭവിച്ചാലും തിരുമുറ്റത്തു നിന്ന് ഇറങ്ങില്ലെന്ന് കനി ആതിരയോട് പറയുന്നു. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ എനിക്കാവില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അച്ഛന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു. ആതിര നാരായണൻ തമ്പിയെ തെറ്റാലി കൊണ്ട് അടിക്കുന്നത് താൻ കണ്ടുവെന്ന് മാഷ് പറയില്ല. നാരായണൻ തമ്പിയുടെ മുന്നിൽ മാഷ് സത്യം ഏറ്റു പറയുന്നതോടെ ആതിര കുറ്റക്കാരിയാകുന്നു. തുടർന്ന് കാണുക. എനിക്കങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അപ്പച്ചിയാണ് മണിക്കുട്ടിയോട് എനിക്ക് പിറങ്ങേണ്ടി വന്നില്ലേ? മണിക്കുട്ടിക്കും കരിയേണ്ടിക്കും ഒരുപാട് കരയേണ്ടി വന്നില്ലേ? മാപ്പ് ചോദിക്കപ്പച്ചി. എല്ലാത്തിനും കാരണം അപ്പച്ചിയാ. എല്ലാവരോടും അപ്പച്ചേനെ മാപ്പ് പറയണം. ഈ തിരുമുറ്റത്ത് വീട്ടിൽ എന്റെ മകളും മരുമകനും ഇനി വേണ്ട. മാഷിന് പോകാം. നിനക്ക് നിന്റെ ഭർത്താവിനും ഈ നിമിഷം ഇവിടെ നിറങ്ങാം. തിരുമുറ്റത്ത് നാരായണൻ തമ്പിക്ക് ഇനി ഇങ്ങനൊരു മകളില്ല. നിന്റെ ഇഷ്ടത്തിനാണ് ഈ നിൽക്കുന്നവനോടൊപ്പം ജീവിക്കാൻ നീ ആഗ്രഹിച്ചത്. ഇങ്ങനെ കഴമ്പില്ലാത്ത ഒരുവന് കൊടുക്കേണ്ടി വന്നതിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഇവനോടൊപ്പം ഇന്ന് ഈ തിരുമുറ്റത്ത് കഴിയുന്നത്. ഇനി നിങ്ങൾ ഈ വീട്ടിൽ വേണ്ട. ഈ നിമിഷം ഇറങ്ങണം. അച്ഛാ, ആതിരയ്ക്കൊരു കയ്യബദ്ധം പറ്റിയതല്ലേ? ആതിരയോട് ക്ഷമിക്കാനുള്ള മനസ്സ് അച്ഛനുണ്ടാവണം. മണിക്കുട്ടിയുടെ കൈകൊണ്ടല്ല അച്ഛന് മുറിവ് പറ്റിയതെന്ന് തെളിഞ്ഞില്ലേ? എന്റെ മണിക്കുട്ടിക്ക് ആരെയും നോവിക്കാൻ കഴിയില്ല. അതിപ്പോ എല്ലാവർക്കും ബോധ്യമായല്ലോ. ഞങ്ങൾക്കത് മതി. ആതിരയ്ക്ക് പറ്റിയ കയ്യബദ്ധം കാരണം എനിക്കും മണിക്കുട്ടിക്കും ഇവിടെ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതല് തെറ്റാലി ഒരു കളിപ്പാവയെ പോലെ കൊണ്ടു നടക്കുന്നവളാ എന്റെ മണിക്കുട്ടി. അതുകൊണ്ട് അടിച്ച നോവെന്നും ചോര വരുമെന്നൊക്കെ എന്റെ മണിക്കുട്ടിക്ക് അറിയാം. അപ്പൂപ്പ, ആതിര ആന്റി അമ്പിളി അങ്കിളും ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. ഇവർ ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ. കുറ്റബോധം കൊണ്ട് പശ്ചാത്തപിക്കാനും പ്രായച്ചിത്തം ചെയ്യാനും വലിയ മനസ്സുള്ളവർക്കേ കഴിയൂ. എന്റെ മകൾക്കതില്ലാതെ പോയി. ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും നിന്നോട് ക്ഷമിക്കാൻ തോന്നുന്ന ഈ കുഞ്ഞു മനസ്സിന്റെ വലിപ്പം നീ കാണാതെയും പോയി. ഇതൊരു താക്കീതൊന്നുമല്ല. തിരുമുറ്റത്ത് വീട്ടിൽ ഇനി നീയും നിന്റെ ഭർത്താവും കഴിയുന്നത് മണിക്കുട്ടിയുടെയും കനുടെയും ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. ഇനി ഈ തിരുമുറ്റത്ത് വീട്ടിൽ മണിക്കുട്ടിയുടെയും ഏഞ്ചലിന്റെയും കുട്ടിക്കളികൾ മാത്രം മതി. വലിയവരുടെ കളിയും കളിക്കോപ്പുകളൊന്നും വേണ്ട. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ചെല്ലുമോളെ. ഭയങ്കരി, അപ്പൊ നീയാണല്ലേ പ്രതി? നിനക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല.
മാഷിന്റെ ദൃസാക്ഷി വിവരണം വെച്ച് നോക്കുമ്പോൾ സ്വന്തം അച്ഛനെ കൊല്ലാൻ നീ കരുതിക്കുട്ടി നടത്തിയ ഒരു കൊലപാതക ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ഈ മുഖത്തത് കാണാനുണ്ട്. എന്നെ ഒഴിവാക്കി നീയും നിന്റെ ആങ്ങളെയും നാത്തൂനും കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ തെറ്റാലിക്കടി എന്നാണ് എന്റെ നിഗമനം. കുറ്റം മണിക്കുട്ടിക്ക് മേലിൽ ചുമത്തുന്നു, എന്നിട്ട് നിങ്ങൾ 3 പേരും ചേർന്ന് പല്ലും നഖവും കൊണ്ട് അവൾ ആക്രമിക്കുന്നു, പുറത്താക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെയായിരുന്നു എന്റെ അമ്മോ ഇവിടുത്തെ പുകില്. കഥ അറിയാതെ നിങ്ങൾക്കൊപ്പം ഞാനും ആട്ടം നടത്തിയില്ലേ? ഇപ്പൊ കഥ അറിഞ്ഞല്ലോ. അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചത് ഞാൻ തന്നെയാ. കയ്യബദ്ധമല്ല, കരുതിക്കുട്ടി തന്നെയാ ചെയ്ത്. ആ നാശങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി കരുതിക്കുട്ടി തന്നെയാ തെറ്റാലി എടുത്തേ. അതില് പലർക്കും പങ്കുണ്ടെന്ന് കരുതിക്കോ. എനിക്ക് പങ്കില്ല. പക്ഷേ നീ കാരണം നിന്റെ അച്ഛൻ എന്നെ പാടി പുകഴ്ത്തിയത് കണ്ടോ? കഴമ്പില്ലാത്തവൻ, കത്രിയില്ലാത്തവൻ. അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടവള് ഞാനാ. നാണക്കേട് കൊണ്ട് തൊലി ഉരിഞ്ഞു പോയതുപോലെ. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഏതോ പുറമ്പോക്കിന്ന് വന്നു കയറിയ ഒരുവളുടെ ഔദാര്യത്തിൽ ഞാൻ കഴിയേണ്ടി വരാന്ന് വെച്ചാ അതിലും വലിയ നാണക്കേടുണ്ടോ മനുഷ്യ? ഇല്ല. പക്ഷേ കനിയപ്പ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയനെ. വണ്ടിക്കൂലിക്ക് പോലും നയ പൈസ ഉണ്ടോ പോക്കറ്റില്? ഓ, അന്തസ്സില്ലാത്തൊരു മനുഷ്യൻ. എന്ത് കണ്ടിട്ടാണോ നിങ്ങളെ അന്നെനിക്ക് കെട്ടാൻ തോന്നിയത്? വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളൊപ്പാണെങ്കിൽ ഇങ്ങനെ ആട്ടും തുപ്പും കേൾക്കാതെ തണ്ടും തന്റെയിടവും ഒക്കെ കാണിച്ച് ഞാൻ ജീവിച്ചനെ. എന്റെ കൂടെ ആയതുകൊണ്ടാ ഇങ്ങനെ. ദേ, എനിക്ക് നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ എങ്ങനെ അച്ഛന്റെ മുഖത്ത് നോക്കും? കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വല്യേട്ടൻ എങ്ങനെയാവും എന്നോട് പ്രതികരിക്കുക? ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവർക്കൊക്കെ എന്നോടുള്ള ഇഷ്ടം കുറയില്ലേ? കൊക്കിന് വെച്ചത് നിന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടുവന്ന് കരുതിയാ മതി. ഏഞ്ചൽ എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ, വലിയ ബുദ്ധിക്കാരി. ആ പൊട്ടിപ്പെണ്ണിന്റെ കൈ ശുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി അവൾ നടത്തിയ തന്ത്രം ഇപ്പൊ വിജയിച്ചിരിക്കുന്നെ. ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഇത്രയും ബുദ്ധി പാടില്ല. ഞാൻ മാപ്പ് പറയണം പോലും. അതിനവള് കട്ടായം പിടിച്ചു തന്നത് കണ്ടില്ലേ? സ്വന്തം അപ്പച്ചിയാണെന്നുള്ളൊരു തോന്നലെങ്കിലും അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ അപ്പൊ അങ്ങനെ പറയുമായിരുന്നോ? എന്റെ പട്ടി പറയും മാപ്പ്. അതിരെ ഈ പോക്ക് ശരിയല്ല. നിനക്കെന്റെ ഉപദേശം ഗുണദോഷമൊന്നും ഇഷ്ടമല്ലല്ലോ. എന്നാലും ഞാൻ പറയാ, ഇതത്ര നല്ലതല്ല. അതെ, ഈ ദൈവം എന്ന് പറയുന്നതേ വൈകല്യമുള്ളവരെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയാ. അവരെയൊക്കെ ദ്രോഹിക്കാൻ ഇറങ്ങി തിരിച്ച എന്റെ ആതിരെ ഈ ദൈവം ഉണ്ടല്ലോ, അങ്ങേര് എണ്ണി എണ്ണി നമ്മളോട് കണക്ക് ചോദിക്കും. നോക്കി പേടിപ്പിക്കണ്ട, ഞാനുള്ള കാര്യ പറഞ്ഞു. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും നമുക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള നമ്മള് ഇഴജന്തുക്കളെ പോലും നോവിക്കാൻ പാടില്ല. ഞാൻ എന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നീ ഇരുന്ന് ചിന്തിക്കേ. അപ്പോ തിരുമുറ്റ വീട് ഇന്നൊരു കോടതി മുറിയായല്ലേ? അതെ പപ്പ, മാഷിന്റെ പെർഫോമൻസ് കലക്കി. കലക്കിയത് നിങ്ങൾ രണ്ടാളുടെയും പെർഫോമൻസ് അല്ലേ? ഞാൻ സൂപ്പർ ആയിരുന്നു. ഏഞ്ചലിന്റെ പപ്പ കണ്ടില്ലല്ലോ മാഷിന്റെ ഓട്ടം. എനിക്ക് ഒത്തിരി ചിരി വന്നു. മാഷ് ഓടുമായിരുന്നു. തിരക്കഥ കൊള്ളാം. എല്ലാം ഏഞ്ചലിന്റെ ബുദ്ധിയാണല്ലേ? യെസ് പപ്പ, ആദ്രപ്പച്ചെ കൊണ്ട് മാപ്പ് അറിയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കനിയാണ്ടി സമ്മതിച്ചില്ല. ആന്റി തെറ്റ് മനസ്സിലാക്കിയില്ലേ മോളെ? നമുക്കത് മതി. മോളുടെ മണിക്കുട്ടിയുടെ നിരപരാധിത്വം മോള് തെളിയിച്ചു. ഇനി ആന്റിയുടെ ഭാഗത്തുനിന്നും ഒരബദ്ധവും സംഭവിക്കില്ല. സംഭവിച്ച അപ്പൊ പിന്നെ ആന്റിയോട് ക്ഷമിക്കില്ല. ആന്റി എങ്കിലിനെ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. രണ്ടാളും ഈ സംഭവം ഇന്നത്തോടെ അങ്ങ് മറന്നേക്കണം. ഞാൻ മറന്നു, എപ്പോഴേ മറന്നു. ഞാനും മറന്നു. ഞങ്ങൾ 3 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്, കൊഞ്ചിച്ചിട്ടുണ്ട്. അവളുടെ ഏത് നിർബന്ധത്തിനും വഴങ്ങിക്കൊടുത്തിട്ടുമുണ്ട്.
അമ്പിളിക്കുട്ടന്റെ ഭർത്താവായി വേണമെന്നതുപോലും അവളുടെ ഒരു നിർബന്ധമായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ അവളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തതുകൊണ്ടാ അവൾക്ക് ഇങ്ങനൊരു പരാജയം ജീവിതത്തിൽ സംഭവിച്ചത്. അച്ഛനും ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ കുറ്റബോധമുണ്ട്, ദുഃഖമുണ്ട്. ഒന്നും പുറമെ പ്രകടിപ്പിക്കാത്തതാ. കനി, ആതിരയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അയ്യോ അരുത്, അങ്ങനെ മാപ്പ് ചോദിക്കാൻ വേണ്ടിയുള്ള കുറ്റമൊന്നും ആദര ചെയ്തിട്ടില്ല. ഈ തെറ്റാലി എന്ന് പറയുന്നത് എല്ലാവർക്കും വഴങ്ങുന്ന ഒന്നല്ല. അതുപയോഗിക്കാനുള്ള സാമർഥ്യം ഇല്ലെങ്കിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും. ശരിയാണ്. പക്ഷേ തനിക്ക് പറ്റിയ അബദ്ധം മണിക്കുട്ടിയുടെ മേൽ സ്ഥാപിക്കാൻ വേണ്ടി അവൾ ഒരുപാട് ശ്രമിച്ചില്ലേ? അത് അപ്പോഴത്തെ പതർച്ചയില് വേറെ നിവൃത്തിയില്ലാതെ ആദരയ്ക്ക് പറയേണ്ടി വന്നതാവും. സാറ് കുട്ടികളോട് പറഞ്ഞത് തന്നെ ഞാനും പറയാ. ഇനി അതൊക്കെ മറക്കണം. മണിക്കുട്ടി ഇപ്പൊ ഒരുപാട് സന്തോഷത്തില. ഏഞ്ചലും അങ്ങനെ തന്നെ. സത്യത്തെ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസം എനിക്കുണ്ട്. സാർ ആശ്വസിപ്പിക്കേണ്ടത് വേറെ ആരെയല്ല, അച്ഛനെയാ. മകളെ സത്യവും നേരും നന്മയൊക്കെ പഠിപ്പിച്ച അച്ഛനോട് തന്നെ ആതിരയ്ക്കൊരു വലിയ കള്ളം പറയേണ്ടി വന്നില്ലേ? അതിന്റെ വിഷമം അച്ഛനുണ്ടാവും. ആ മുറിവുണക്കണം. സാറിന് മാത്രമേ അതിന് കഴിയൂ. എന്റെ മുന്നിലിപ്പോ ആനിയാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോവുക. അവളിങ്ങനെയായിരുന്നു. അവളെ മറന്ന് അവൾക്ക് ചുറ്റുമുള്ളവരെ മാത്രം ഓർക്കും. എന്റെ സഹോദരങ്ങൾ കനിയും മണിക്കുട്ടിയും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ മടി കാണിക്കുന്നവരാണ്. അവരാ നിലപാടിൽ നിന്നും പിന്നോട്ടു പോകണമെങ്കിൽ ഞാൻ കനിക്കും മണിക്കുട്ടിക്കും കൂടുതൽ സ്ഥാനവും സ്വാതന്ത്ര്യവും തരണം. തിരുമുറ്റത്ത് വീട്ടിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും, ആനിക്കും ഏഞ്ചലിനും ഉള്ളതുപോലെ അവകാശവും അംഗീകാരവും ഉണ്ടാവണം. പള്ളിയും പ്രാർത്ഥനയുമായി ഇത്രയും കാലം ജീവിച്ചു വന്നതുകൊണ്ട് കനിയിൽ ഒരു സന്യാസിനിയുടെ അടക്കവും ഒതുക്കം കാണുന്നുണ്ട്. തിരുവസ്ത്രം ഇല്ലെന്നേ ഉള്ളൂ. തിരുവസ്ത്രം അഴിച്ചുവെക്കേണ്ടി വന്ന ഒരു ദൈവത്തിന്റെ മണവാട്ടിയാണ് തിരുമുറ്റത്തേക്ക് കൊണ്ടുവന്നതെന്ന് നാളെ എനിക്കൊരു തോന്നലുണ്ടാവരുത് കേട്ടോ. ഇവളിതെവിടെ പോയി? ആതിരേ, 11 മണിയായാലും പോത്തുപോലെ കിടക്കുന്നവളാ. ഇന്നിവക്കിതെന്ത് പറ്റി? ആതിരേ, 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 ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഇനി ഇവിടെ വല്ല കടുങ്ങുകയും ചെയ്ത് കാണൂ. ഇന്നലെ എന്റെ വാക്കുകൾ ഇത്തിരി കൂടിപ്പോയി. വേണ്ടായിരുന്നു. ആതിരേ, ആതിരേ. ആതിരേ, അച്ഛാ, ഞാൻ എന്തായി കാണുന്നത്? അച്ഛാ, ഞാൻ ഈ അമ്പിളിയേട്ടനെ അതിരാവിലെ എത്ര തവണ വിളിച്ചതെന്നറിയോ? ഉണരണ്ടേ? കുംഭകർണനെ പോലെ തിരിഞ്ഞൊരു കിടപ്പായിരുന്നു. ആതിരേ, അച്ഛാ, ഞാനിപ്പോ തിരുമുറ്റത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. എന്താ അമ്പിളിക്കുട്ടാ, സംശയമുണ്ടോ? ഏയ്, ഒരു സംശയമില്ല. പക്ഷേ ആതിര രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ചൊരുങ്ങി അച്ഛന്റെ മുന്നിൽ നിൽക്കുന്നു, പിന്നെതാ ചൂടുവെള്ള അച്ഛന്റെ കാലി പിടിക്കുന്നു. ആതിരനെ ശരിക്കും ഞെട്ടിച്ചച്ചാ. അമ്പിളിയേട്ടന്റെ പറച്ചില് കേട്ടാ തോന്നും എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് യാതൊരു ശ്രദ്ധയില്ലെന്നും. അച്ഛൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഞാനാ. ദേ, നിങ്ങൾക്കിനി സ്വന്തം കാലിൽ നിൽക്കാനുള്ള നിവൃത്തി ഉണ്ടായാൽ പോലും ഈ തിരുമുറ്റം വീട് വിട്ട് ഞാനെങ്ങോട്ടും വരില്ല. എനിക്ക് എന്റെ അച്ഛനാ വലുത്. നീ ശരിക്കും മാനസാന്തരപ്പെട്ടല്ലേ? കൊള്ളാലോ തെറ്റാലി. ആ, ചിലരുടെ വരവ് കൊണ്ട് ചിലർക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും അമ്പിളിക്കുട്ടാ. ഇതിന് നീ നന്ദി പറയേണ്ടത് മണിക്കുട്ടിയോടാ. മണിക്കുട്ടിയോടോ? മണിക്കുട്ടിയോട് മാത്രമല്ല, കനിയോടും.
അവരെന്റെ മോളെ മനുഷ്യ ഗുണമുള്ളവരാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലേ ആതിരെ? അതെ അച്ഛ. കൊള്ളാലോ സംഗതി. ആ, പള്ളിമേടെന്ന് വന്നവളല്ലേ മണിക്കുട്ടി? യേശുവിനെ പോലെ വല്ല അത്ഭുത വിദ്യകളും കാണും മണിക്കുട്ടിയുടെ കയ്യിൽ. അമ്പിളിയേട്ടാ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതിന്റെ പേരില് അച്ഛൻ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. ദേ ഇപ്പൊ അതെല്ലാം മാറി, അല്ലേ അച്ഛ? ആണോ അച്ഛാ? ഒരു മാതാപിതാക്കളും മക്കൾ എന്ത് തെറ്റ് കാണിച്ചാലും അവരോട് വെറുപ്പും വിദ്വേഷവും ഒന്നും വച്ച് പുലർത്താറില്ല. ആ, ഞങ്ങൾക്കതിന് യോഗമില്ലാത്തോണ്ട് ആ കുട്ടൻസ് മാത്രം പിടികിട്ടില്ല അച്ഛാ. അത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നവും. സത്യത്തിൽ ഇവിടെ ഏഞ്ചലിനെയും മണിക്കുട്ടിയും കൈവെള്ളയിൽ വെച്ച് താലോലിക്കേണ്ടതും അളവറ്റ് സ്നേഹിക്കേണ്ടതും നിങ്ങൾ രണ്ടുപേരുമാണ്. നിർഭാഗ്യവശാൽ എന്റെ മോള് അവരെ അവസരം കിട്ടുമ്പോഴൊക്കെ വാക്കുകളും നോക്കുകളും കൊണ്ട് നോവിക്കുകയായിരുന്നില്ലേ? മണിക്കുട്ടിയും ഏഞ്ചലും ഇന്നീ വീടിന്റെ കിടാവിളക്കുകളാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ അവർ ഈ വീടിനെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാറുള്ള മനസ്സെങ്കിലും ഇനി നിങ്ങൾ രണ്ടാൾക്കും ഉണ്ടാകണം. അച്ഛാ, അമ്പിളിയേട്ടൻ പറഞ്ഞതുപോലെ മണിക്കുട്ടിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്നേ ഞാൻ പറയൂ. സന്താനഭാഗ്യം ഇല്ലാത്തതിലുള്ള സങ്കടം പെരുകിയപ്പോ എനിക്ക് മറ്റുള്ള കുട്ടികളോട് അമർഷം തോന്നിയെന്നുള്ളത് നേരെ അച്ഛാ. അവരെ സ്നേഹിക്കുന്നതിന് പകരം വെറുക്കാനാ ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചത്. മണിക്കുട്ടിയെ ഏഞ്ചലും കൂടി എന്റെ കണ്ണു തുറപ്പിച്ചു. ആ അമ്പിളിയേട്ടാ, ചായ എടുക്കട്ടെ? ആർക്ക്? അമ്പിളിയേട്ടന്. എനിക്കോ? പിന്നല്ലാതെ ആർക്കാ? ആതിരെ, ഞാൻ ചായ എടുക്കാം. പാവ, ഞാൻ പോയി ചായ കുടിച്ചു. ആതിരെ, സത്യത്തിൽ നിനക്കെന്താ പറ്റിയത്? അമ്പിളിയേട്ടൻ പറഞ്ഞില്ലേ, മാനസാന്തരം. അത് തന്നെ. ഓ, അപ്പോ മണിക്കുട്ടിക്ക് ശരിക്കും ദിവ്യശക്തി ഉണ്ടോ? ഉണ്ടോന്നോ? അവള് ദൈവത്തിന്റെ മാലാഖയല്ലേ? അമ്പിളിയേട്ടൻ ചായ കുടിക്ക്. എന്നാലും ആതിരെ, ഒറ്റ രാത്രി കൊണ്ട് ഒരു പിശാചിനെ വിശുദ്ധിയാക്കിയതുപോലെയല്ലേ സംഭവിച്ചത്? അപ്പോ അമ്പിളിയേട്ടന്റെ കണ്ണിലും ഞാനൊരു പിശാചായിരുന്നു അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഉപമ പറഞ്ഞതല്ലേ. ഇന്നലെ രാത്രി അമ്പിളിയേട്ടൻ പറഞ്ഞത് നേരാ. നമ്മള് കുട്ടികളില്ലാത്തവരാ. ആ സങ്കടം ഇല്ലാണ്ടാവണമെങ്കിൽ മണിക്കുട്ടിയെ ഏഞ്ചലിനെ നമ്മൾ സ്നേഹിക്കണം, താലോലിക്കണം. ആ, വേണം. അങ്ങനെ തന്നെ വേണം. വല്യേട്ടനുള്ള ചായയല്ലേ? ദാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ, ഞെട്ടണ്ട. വലിയേട്ടന് വേണ്ടി പെങ്ങൾ ഉണ്ടാക്കിയ ചായ, നല്ല ഉഗ്രൻ ചായ. വാങ്ങിച്ചോ. കനിയെടുത്തി, അച്ഛൻ ഇന്നലെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ആ പോയ മനുഷ്യനോടൊപ്പം എനിക്ക് പെരുവഴിയിൽ പോയി നിൽക്കേണ്ടി വന്നേനെ. വല്യേട്ടനും കനിയെടുത്തേക്കുള്ളത്ര വിശാല മനസ്സൊന്നും എനിക്കില്ല. അതുകൊണ്ടാവണം കനിയെടുത്തിയെയും മണിക്കുട്ടിയെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. അയ്യോ ആതിര, ആതിരയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്റെ മണിക്കുട്ടിയെ ഞാൻ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു ഈർക്കില് പോലും എടുത്ത് തള്ളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും അവളെ വേദനിപ്പിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തും എനിക്കില്ല. സത്യം പറഞ്ഞ കനിയെടുത്തി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അവകാശങ്ങളെല്ലാം തന്ന് കെട്ടിച്ചു വിട്ടത് തന്നെ. ഞാൻ ഈ വീട്ടിൽ വന്ന് വല്യേട്ടനെയും കനിയെടുത്തിയൊക്കെ ഭരിക്കാൻ നിൽക്കാന്ന് പറഞ്ഞ അത് മോശം. എന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സാറിന്നലെ ആതിരയെക്കുറിച്ച് വാതോരാതെ പറയുന്നുണ്ടായിരുന്നു. കൂടപ്പിറപ്പുകളെ പോലെ മറ്റാരും ഉണ്ടാവില്ല.
എനിക്കും മണിക്കുട്ടിക്കും ഉണ്ണിക്കുട്ടനല്ലാതെ മറ്റാരും ഇല്ലാതെ പോയതുകൊണ്ട് എനിക്ക് ആ വിഷമം നന്നായിട്ടറിയാം. സാറിന് ആതിരയോട് സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. ആശ്വാസമായി. ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ആനയടുത്തേക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാനും ആനയടുത്തി എന്ന് പറഞ്ഞ മരിക്കാൻ നടക്കല്ലായിരുന്നു. ആ ഇഷ്ടം എനിക്ക് കനിയടുത്തിയോട് കാണിക്കാണ്ടിരിക്കാൻ പറ്റൂ? ഇന്നലെ വരെ വല്യേട്ടന്റെ തണല്ല അമ്പിളിയേട്ടനും ഞാനും ഈ വീട്ടിൽ കഴിഞ്ഞു വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഇനി മണിക്കുട്ടിയുടെയും കനിയടുത്തിയുടെയും ഔദാര്യം കൊണ്ട് എത്ര കൊല്ലം വേണമെങ്കിലും ഈ വീട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതം. അയ്യോ, ഇവിടെ നിങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് കഴിയുന്നത് ഞാനും മണിക്കുട്ടിയും അല്ലേ? അതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഫാദറിന് എന്റെയും മണിക്കുട്ടിയുടെയും ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആതിരയുടെ വല്യേട്ടന്റെ തണലും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് കിട്ടിയതിന് ഫാദർ മാത്രമല്ല, ഞങ്ങളും ദൈവത്തോട് നന്ദി പറയാ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഹരിസാർ എനിക്ക് ദാനം തന്ന ഈ ജീവിതം കൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല. എന്റെ മണിക്കുട്ടിയാണ് സത്യം. ഇപ്പോ ആതിരയ്ക്ക് ഞങ്ങളോടുള്ള ഇഷ്ടക്കേടൊക്കെ മാറിയില്ലേ? എനിക്കിതിൽ പരം സന്തോഷമില്ല കേട്ടോ. ആ, ഞാനിവിടെ നിന്നാലേ ഈ ചായ പച്ചവെള്ളം പോലെ തണുത്തു പോവും. നീ ചെല്ല്. നിന്റെ ഔദാര്യം കൊണ്ട് തിരുമുറ്റത്ത് ഞാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ നാശത്തിനാ. പൊട്ടിപ്പെണ്ണിനെ നിന്നെ ജീവനോടെ തുരത്താമെന്നാ കരുതിയേ. പക്ഷെ ഇനി നിങ്ങളുടെ ശവങ്ങളായിട്ട് ഇവിടുന്ന് പുറത്തു പോകൂ. കൊല്ലും ഞാൻ.